ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു വെറൈറ്റി വീഡിയോ ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ തന്നെ ഡ്രസ് വർക്ക് അതുപോലെ തന്നെ വെൽഡിങ്ങിൻ്റെ വർക്കുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ DBയിൽ നിന്നും എവിടെ നിന്ന് വേണം കണക്ഷൻ എടുക്കാമെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ വെൽഡിങ് വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ പവർ പ്ലഗുകളിൽ നിന്നോ എന്തെങ്കിലും പവർ പ്ലഗുകളിൽ നിന്നോ കുത്തിയെടുത്താൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അവിടെ നിന്ന് എടുക്കരുത്. അതായത് നമ്മൾ എവിടെ നിന്നും DBയിൽ നിന്ന് എവിടെ നിന്ന് കണക്ഷൻ എടുക്കുന്നത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഇതിപ്പോൾ നമുക്ക് DB ആണ് വരയ്ക്കുന്നത്. സിംഗിൾ ഫേസ് DB ആണ്. 3 ഫേസ് ആണെങ്കിലും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. സിംഗിൾ ഫേസ് DBയിലേക്ക് നമ്മൾ ഫസ്റ്റ് വരുന്നത് ന്യൂട്രൽ വയർ വരുന്നത് ഐസൊലേറ്ററിലേക്കാണ് വരുന്നത്. അതായത് മെയിൻ സ്വിച്ചിന് പകരം, പണ്ടത്തെ മെയിൻ സ്വിച്ചിന് പകരമായിട്ട് സ്വിച്ചിൻ്റെ രീതിയിൽ മാത്രമേ വരുന്നുള്ളൂ. ഫേസ് അതുപോലെ തന്നെ ഐസൊലേറ്ററിലേക്കാണ് വരുന്നത്. പിന്നെ അടുത്ത സെക്ഷൻ പോകുന്നത് അതിൻ്റെ ഔട്ട് 220 വോൾട്ട് ഇൻപുട്ട് വരുന്നത് ഐസൊലേറ്ററിലേക്കാണ് വരുന്നത്. ഐസൊലേറ്ററിൽ നിന്ന് ഔട്ട്പുട്ട് വരുന്നത് നേരെ LCBയിലേക്കാണ് പോകുന്നത്. ഈ LCBയുടെ സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ആംപിയറിന് മുകളിലേക്കോ അല്ലെങ്കിൽ ഇത്ര ലീക്കേജ് കറണ്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ട്രിപ്പ് ആവാൻ വേണ്ടി നമ്മുടെ എന്തെങ്കിലും അപകടങ്ങളുണ്ടായാൽ തന്നെ ട്രിപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ LCB കൊടുത്തിരിക്കുന്നത്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് LCB കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ LCB വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റേതായ ലീക്കേജ് കറണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഹൈ ആംപിയർ എടുക്കുക ചെയ്തിട്ട് LCB ട്രിപ്പ് ആവും. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് നോക്കുക, LCBയുടെ ഔട്ട് നമ്മൾ കൊടുത്തു. LCBയുടെ ഔട്ട് നേരെ ന്യൂട്രലിലേക്കാണ് കൊടുക്കുന്നത്. അതിനുശേഷം പിന്നെ വരുന്ന ഒരു എർത്ത് ലിങ്ക് ഉണ്ടാവും. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LCB ഇപ്പോൾ നമ്മൾ കൊടുത്തത് ന്യൂട്രൽ ലിങ്കാണ്. ഇനി അതുപോലെ തന്നെ LCBയുടെ ഔട്ട് ഫേസ് നമുക്ക് നേരെ വരുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എർത്തിൻ്റെ ലിങ്ക്. ഇത്രയാണ് ഒരു നോർമൽ ഒരു DBയിൽ വരുന്നത്. 3 ഫേസ് DB ആണെങ്കിൽ സിംഗിൾ ഫേസ് DB ആണെങ്കിലും ചെറിയ വ്യത്യാസം വരുന്നു. 3 ഫേസ് ആകുമ്പോൾ 3 ഫേസ് വരുന്നത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ LCBയുടെ ഔട്ടിൻ്റെ ഫേസ് ആണ് വരുന്നത്. ഈ ഫേസ് നമുക്ക് നേരെ വരുന്നത് MCBകളിലേക്കാണ് വരുന്നത്. ഇതാണ് ഒരു നോർമൽ DBയിൽ വരുന്ന കണക്ഷൻസും കാര്യങ്ങളും വരുന്നത്. ഇപ്പോൾ നമ്മൾ നോർമൽ എടുക്കുന്ന സമയത്ത് എവിടെ നിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് MCBകളാണ്. MCBകൾ നമ്മൾ റൂമിലേക്ക് പോകുന്ന സർക്യൂട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിൻ്റെ അകത്ത് അത് നമുക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇനി അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമുക്ക് അടുത്തൊരു വീഡിയോ ഇതിലേക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ ഫസ്റ്റ് റൂം സർക്യൂട്ട് കൊടുത്തു. ഇനി കിച്ചണിലേക്ക് അതുപോലെ തന്നെ ഏത് റൂമുകളിലേക്കാണ് കൊടുക്കേണ്ടത് സെപ്പറേറ്റ് സർക്യൂട്ടുകൾ നമ്മൾ സെപ്പറേറ്റ് MCB വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇത് ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കയറി കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ നോക്കുന്ന വെൽഡിംഗ് സെറ്റ്. ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത്ര ഹൈ ആംപിയർ എടുക്കുന്ന വെൽഡിംഗ് സെറ്റാണ്. പോർട്ടബിൾ ടൈപ്പ് അല്ല. പോർട്ടബിൾ ടൈപ്പ് ആണെങ്കിൽ ഇത്ര ആംപിയറിൻ്റെ ആവശ്യം വരുന്നില്ല. അല്ലാതെ രീതിയിൽ വെൽഡിംഗ് സെറ്റ് എന്ന് വെച്ചിട്ട് ഉദ്ദേശിച്ച് നമുക്ക് ഡ്രസ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഹൈ ആംപിയർ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വലിയ ഒരു വെൽഡിംഗ് സെറ്റാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഈ വെൽഡിംഗ് സെറ്റിലേക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ തന്നെ ഈ ഒരു എർത്ത് DBയിൽ നിന്നും എർത്ത് ലിങ്ക് ചെയ്ത് കൊടുക്കണം. എർത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ അറിയാൻ വേണ്ടിയിട്ടാണ് എർത്ത് ലിങ്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ കൊടുക്കേണ്ടത് ന്യൂട്രും ഫേസുമാണ് ഈ വെൽഡിംഗ് സെറ്റിന് കൊടുക്കേണ്ടത്. ഈ വെൽഡിംഗ് സെറ്റിന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എവിടെ നിന്ന് എടുക്കണം? ഒരിക്കലും LCBയുടെ ഔട്ടിൽ നിന്നും ഒരിക്കലും കണക്ട് ചെയ്യാതിരിക്കുക. LCBയുടെ ഔട്ടിൽ നിന്നും കണക്ട് ചെയ്യാതിരിക്കുക. ഐസൊലേറ്ററിൻ്റെ ഔട്ടിൽ നിന്നും വേണം കണക്ട് ചെയ്യാനായിട്ട്. ഔട്ട് എന്ന് പറയുന്ന ഉദ്ദേശിച്ചാൽ അതായത് LCBയുടെ ഇന്നിലേക്ക് വരുന്ന സെക്ഷൻ. ഈ ഐസൊലേറ്ററിൻ്റെ ഔട്ടിൽ നിന്നും നേരെ LCBയുടെ ഔട്ടിലെ ഇന്നിലെ സെക്ഷനിൽ നിന്നും ആ ന്യൂട്രൽ നേരെ ലിങ്ക് ചെയ്ത് നമുക്ക് ഈ വെൽഡിംഗ് സെറ്റിലേക്ക് കൊടുത്തു. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഐസൊലേറ്ററിൻ്റെ ഔട്ടായിരിക്കണം വെൽഡിംഗ് സെറ്റിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. അടുത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് വന്നു. അതുപോലെ തന്നെ ന്യൂട്രും ഇതുപോലെ തന്നെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ വേണം നമ്മുടെ വെൽഡിംഗ് സെറ്റ് നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സമയത്ത് കണക്ട് ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൽഡിംഗ് സെറ്റ് ഹൈ ആംപിയർ എടുക്കും. ഈ ഹൈ ആംപിയർ എടുക്കുന്ന സമയത്ത് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന LCB മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 30 മില്ലി ആംപിയർ അതിന് ശേഷം ട്രിപ്പ് ആവാൻ തുടങ്ങും. ലീക്കേജ് കറണ്ട് വരുന്ന സമയത്ത് ട്രിപ്പ് ആവാൻ തുടങ്ങും. അതുപോലെ തന്നെ മാക്സിമം ഒരു 40 ആംപിയറിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഓൾറെഡി ഈ LCB ട്രിപ്പ് ആവാൻ തുടങ്ങും. അല്ലെങ്കിൽ LCB കത്തിപ്പോവും, അല്ലെങ്കിൽ LCB ഡാമേജ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ വെൽഡിംഗ് സെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് LCBയുടെ ഔട്ടാണ്, അല്ലാതെ നമ്മുടെ വീടുകളിലുള്ള പവർ പ്ലഗുകളിൽ നിന്ന് ഏതെങ്കിലും പ്ലഗുകളിൽ നിന്ന് എടുക്കണമെങ്കിൽ LCB കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഒരു സിംഗിൾ ഫേസ് LCBക്ക് ഏകദേശം നല്ലൊരു റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ തന്നെ ഏകദേശം 2000 രൂപ വരും. അത് നഷ്ടപ്പെടാനുള്ള ചാൻസ് നമുക്ക് ഉണ്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്ന പ്രശ്നം. ഹൈ ആംപിയർ എടുക്കുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ LCB കംപ്ലൈൻറ്റോ LCB കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ താല്പര്യമില്ല. കാരണം ചിലപ്പോൾ ചാൻസ് ഉണ്ടാവില്ല. കാരണം ഓൾറെഡി LCB ട്രിപ്പ് ആവാത്തൊരവസ്ഥയിലേക്ക് കണക്ട് ചെയ്ത് പോകും, അല്ലെങ്കിൽ LCB കരിഞ്ഞു പോകും. LCB ട്രിപ്പ് ആവാതിരുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയില്ല. എന്തെങ്കിലും അപകടങ്ങളോ കാര്യങ്ങളോ വരുന്ന സമയത്ത് LCB ട്രിപ്പ് ആവില്ല. അങ്ങനെ ഒരു പ്രശ്നം വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ വീടുകളിൽ നമുക്ക് വെൽഡിംഗ് സെറ്റ് കാര്യങ്ങളിൽ വെൽഡിങ്ങിൻ്റെ വർക്ക് വരുത്തുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഐസൊലേറ്ററിൻ്റെ ഔട്ടിൽ നിന്ന് നമ്മൾ മെയിനായിട്ട് എടുക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ കംപ്ലൈൻറ്റ് വരാനും LCB അടിച്ചു പോകാനും അതുപോലെ തന്നെ LCBയുടെ നല്ലൊരു എമൗണ്ട് നമുക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മടിക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.